കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനം. ഇന്ന് എന്നോട് ഒരാൾ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്നോട് ടെലിഫോണിൽ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ എഴുതിയിടുന്ന ചോദ്യ ഉത്തര പങ്ക്തികൾ വായിച്ച് അസഹ്യപ്പെടുന്ന ഏതോ ഒരു കുഴപ്പക്കാരൻ്റെ സഹോദരൻ എന്നെക്കുറിച്ചൊരു ആരോപണം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു പബ്ലിക്കായിട്ട് എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ടിരുന്നു. അതിങ്ങനെയാണ്: താങ്കൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി താങ്കൾ തന്നെ ആ ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞ് ഇങ്ങനെ പല ഗ്രൂപ്പുകളിലൊക്കെ താങ്കൾ ഇത് ഇടുകയാണ്. ഞാൻ അതിന് കമ്മ എന്നൊരു അക്ഷരം മിണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ എഴുതിയിടുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ മറുപടി പറയുന്ന ചോദ്യങ്ങളൊക്കെ വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ചില ആളുകൾ എന്നോട് സമയാസമയങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ചിലർ അത് വാട്സാപ്പ് വഴി ചോദിക്കും, മറ്റു ചില ആളുകൾ അത് ടെലിഫോൺ വഴി ചോദിക്കും, വേറെ ചില ആളുകൾ നെറ്റ് കോൾ വഴി ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും ഒരു വിഷയത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ മറുപടി വായിക്കുമ്പോൾ തീരെ അസഹ്യത ഉണ്ടെങ്കിൽ അത് വായിക്കാതിരിക്കുന്നത് നല്ല. കാരണം ഒരുപാട് ആളുകൾക്ക് എന്നോട് അസഹ്യത ഉള്ളവരുണ്ട്. പല കാരണങ്ങൾ അതിനുള്ളത്. അതായത് ഈ ഉപദേശ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനം സൂക്ഷിക്കുമ്പോൾ അത് അല്ലാത്ത ആളുകൾക്ക് ചില അലോസരതയൊക്കെ ഉണ്ടാവും. അതിനൊന്നും എല്ലാം ഒന്നും നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഫോർഗറ്റ് ചെയ്യാൻ, ഇഗ്നോർ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. എന്നോട് ഒരാളിന്ന് ചോദിച്ച ചോദ്യം: കർത്താവായ യേശു യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനാണെന്നാണ് വിശുദ്ധ മത്തായി തന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന് ഉണ്ടായ ന്യായമായ സംശയം എബ്രായ ലേഖനം വായിച്ചപ്പോൾ ഉണ്ടായ സംശയമാണെന്നാണ് എന്നോട് പറഞ്ഞത്. ആ ചോദ്യം അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തു. അത് ടെലിഫോണിൽ തന്നെ ഞാൻ മറുപടി കൊടുത്തു. അദ്ദേഹം അത് സംതൃപ്തനാണെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ ആ ചോദ്യം ഞാനിവിടെ ഒരു ലൈവായി പറഞ്ഞിടുന്നത് ഉപദേശപരമായ വിഷയത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ പൗരോഹിത്യം സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായി തീരും എന്നുള്ളതുകൊണ്ട് അതിവിടെ പറയാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹൂദ ഗോത്രത്തിൽ ജനിച്ചവൻ നാമനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനാണ്. അബ്രഹാമിന്റെ വംശാവലിയിൽ ദാവീദിന്റെ ഗോത്രത്തിൽ, അതായത് യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ സിംഹാസനത്തിന്റെ അവകാശിയായിട്ടാണ് കർത്താവായ യേശു ജനിച്ചത്. ആ യഹൂദ ഗോത്രത്തോട് മഹാപൗരോഹിത്യം സംബന്ധിച്ച് യാതൊന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം പറഞ്ഞിട്ടില്ല. അപ്പോൾ മഹാപൗരോഹിത്യം സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തു യാതൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഈ യഹൂദ ഗോത്രത്തിൽ പിറന്ന കർത്താവായ യേശു എങ്ങനെയാണ് ഒരു മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സ്ഥാനം എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്നാണ് എന്നോട് ഈ വേദപഠിതാവായ ഇതിന്റെ വിദ്യാർത്ഥി ചോദിച്ചത്. ഞാൻ അതിന്റെ ഉത്തരം ഇവിടെ സൗമ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. ലേവ്യ ഗോത്രത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഭൗമികമായിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ. ഇസ്രായേലിൽ തലമുറയായി ദൈവത്തിന്റെ ആലയത്തിലും സമാഗമന കൂടാരത്തിലും ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിതരാക്കപ്പെട്ടത് ലേവ്യ ഗോത്രത്തിൽപ്പെട്ട എല്ലാവരെയുമല്ല. ലേവ്യ ഗോത്രത്തിൽപ്പെട്ട അഹരോൻ എന്ന് പറയുന്ന ഒരു പുരുഷനും അവനിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജകളായ അഹരോന്യ പുത്രന്മാരും മാത്രമാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ കൈകാര്യം ചെയ്യാൻ ദൈവം നിയോഗിച്ചതും അഭിഷേകം ചെയ്തതും. യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനായതുകൊണ്ട് യേശുക്രിസ്തുവിന് ഒരു പുരോഹിത ശുശ്രൂഷ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ എബ്രാലേഖനം 5ഉം 7ഉം അധ്യായങ്ങളിലാണ് ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത്. അതിൽ 5ാം അധ്യായത്തിൽ അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് ക്രിസ്തുവിന്റെ പുരോഹിത ശുശ്രൂഷ എന്ന് സ്ഥാപിക്കുന്നു. 7ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അഹരോന്യ ക്രമപ്രകാരമുള്ള തന്റെ ശുശ്രൂഷയേക്കാൾ അതിശ്രേഷ്ഠമാണ് കർത്താവായ യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പുരോഹിത ശുശ്രൂഷ. അത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണെന്ന് പറയുന്നു.
അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അഹരോന്യ ക്രമപ്രകാരമുള്ള പുരോഹിതനാകണമെങ്കിൽ അവൻ ലേവ്യ ഗോത്രത്തിൽ ജനിക്കണം. പക്ഷേ ഇവൻ ജനിച്ചിരിക്കുന്നത് യഹൂദ ഗോത്രത്തിലാണ്. അഹരോന്യ പൗരോഹിത്യ പ്രകാരം അവന് പുരോഹിത സൂക്ഷിക്കണമെങ്കിൽ പാപയാഗം, അകൃത്യയാഗം, ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം ഇവ അർപ്പിക്കാനായിട്ട് അവൻ അർപ്പകനും അർപ്പണ വസ്തുവായി വേറെ ചിലതും വരണം. ഇപ്പം നമുക്കറിയാമല്ലോ, ഇസ്രായേലിൽ ഈ യാഗങ്ങളൊക്കെ അർപ്പിച്ചിരുന്നത് ഒന്നുകിൽ കാളകള്, അല്ലെങ്കിൽ ആട്ടുകൊറ്റന്മാര്, അല്ലെങ്കിൽ കുറുപ്രാക്കള്, ഇതൊക്കെയാണ് അർപ്പിച്ചിരുന്നത്. അർപ്പിക്കുന്നയാൾ, അതായത് ഈ യാഗം കഴിക്കുന്നയാൾ ഈ യാഗമൃഗത്തെ അല്ലെങ്കിൽ യാഗപക്ഷിയും കൊണ്ട് സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ ഈ മഹാപുരോഹിതന്റെ അടുക്കൽ വരും. അവന്റെ ഈ അർപ്പകന് ഈ മൃഗത്തിന്റെ മേൽ തലമേൽ കൈവച്ച് തന്റെ പാപം അതിന് മേൽ ചുമത്തും. മഹാപുരോഹിതൻ അതിനെ അറുക്കും. അതിന്റെ രക്തം ഒരു തളികയിലെടുക്കും. അതുകൊണ്ടുപോയി അന്തർമന്ദിരത്തിൽ തളിക്കും, യാഗപീഠത്തിന് ചുറ്റും തളിക്കും. അതിന്റെ മാംസം കണ്ണമായി നുറുക്കി യാഗപീഠത്തിന്മേൽ വെച്ച് അത് ദഹിപ്പിക്കും. അത് ചാമ്പലായി കഴിയുമ്പോൾ ചാമ്പലെടുത്ത് സമാഗമന കൂടാരത്തിന്റെ വടക്കു ഭാഗത്ത് നിക്ഷേപിക്കും. ഇതോടുകൂടി യാഗം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ തനിക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകിയില്ലായിരുന്നു എന്ന് 5-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠമായ ക്രമപ്രകാരം ഒരു പുരോഹിതനായി തീർന്നത്? തനിക്കും ഇവനും അർപ്പിപ്പാൻ വല്ലതും വേണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പറയാം. ലേവിയ ന്യായപ്രമാണപ്രകാരം നിയോഗിതരാകപ്പെട്ട മഹാപുരോഹിതന്മാർ പുരോഹിത ശുശ്രൂഷ ഈ ജനത്തിനു വേണ്ടി ചെയ്യുന്നവരാകിയാൽ അവർ ജനത്തിനും ദൈവത്തിനും മധ്യസ്ഥരായി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരാണ്. അർപ്പകൻ പാപിയും ഈ അർപ്പണം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത് മഹാപുരോഹിതനുമാണ്. അപ്പോൾ അർപ്പണ വസ്തുവും അർപ്പകനും രണ്ടും രണ്ടാണ് ന്യായപ്രമാണപ്രകാരമുള്ള ലേവ്യ പൗരോഹിതത്തിൽ. അർപ്പണ വസ്തു യാഗമൃഗമാണ്. അർപ്പകൻ ഈ യാഗം നേരുന്നവനാണ്. ശ്രദ്ധിക്കുക, ഇവിടെ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ക്രമം അല്ലെങ്കിൽ തന്റെ ക്രൂശിലെ യാഗമരണം എന്ന് പറയുന്നത് അഹരോന്യ ക്രമപ്രകാരമുള്ളതല്ല. കാര്യം താൻ യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനാണ്. തന്നെ യഹൂദ ഗോത്രത്തിലവരോട് പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല. രാജ്യത്വമാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് യേശു ക്രിസ്തു ഇവിടെ യാഗപീഠത്തിൽ അർപ്പിക്കാൻ കഴിയുന്നത്? ശ്രേഷ്ഠമായ യാഗമായി എങ്ങനെ യേശു ക്രിസ്തുവിന് അർപ്പിക്കാൻ കഴിയും? അതിന്റെ ഉത്തരമാണ്, അഹരോന്യ ക്രമപ്രകാരം അല്ലാത്ത ഇവൻ, ഈ ലേവ്യ ഗോത്രപ്രകാരം അല്ലാത്ത ഇവൻ, അവൻ ദൈവത്തിന് തന്റെ ദൈവസന്നിധിയിൽ അഹരോനേക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗം അർപ്പിക്കാൻ എങ്ങനെ യോഗ്യനായിത്തീർന്നു ഞാൻ പറയാം. ഒന്ന്, അഹരോന്യ ന്യായപ്രമാണപ്രകാരം അർപ്പക വസ്തുവും അർപ്പകനും രണ്ടും രണ്ടായിരിക്കുമ്പോൾ ഇവിടെ അർപ്പക വസ്തുവും അർപ്പകനും ഒരാളായി തന്നെ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ താൻ തന്റെ ശരീരം തന്നെത്താൻ യാഗമായി സമർപ്പിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ക്രിസ്തു തന്റെ ശരീരം തന്നെത്താൻ യാഗമായി സമർപ്പിച്ചു. ക്രൂശിൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരു യാഗം നമ്മൾ പഴയ നിയമത്തിലെവിടെയും വായിക്കുന്നില്ല. കാര്യം അർപ്പണ വസ്തുവും അർപ്പകനും രണ്ടാണ് അവിടെ. ഇവിടെ അർപ്പണ വസ്തുവും അർപ്പകനും ഒരാൾ തന്നെ, അത് കർത്താവായ യേശു ക്രിസ്തു. ഇനിയും എബ്രായർ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന്റെ പൗരോഹിത്യം മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണെന്ന് പറയുന്നു. എന്താണ് ആ മെൽക്കീസദേക്കിന്റെ ഓർഡറിന്റെ പ്രത്യേകത? അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 14-ാം അധ്യായം 110-ാം സങ്കീർത്തനം ഇവിടെയൊക്കെ വായിക്കുന്നുണ്ട്. അവന് മാതാവില്ല, പിതാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും ദൈവത്തിന്റെ പുരോഹിതൻ ആയിരിക്കുന്നു. നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല എന്നും നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന് 2 വശങ്ങളാണല്ലോ. ഒന്ന്, അഹരോനേക്കാൾ ശ്രേഷ്ഠനായ പുരോഹിതൻ എന്നുള്ള പൗരോഹിത പദവി. അത് അർപ്പക വസ്തുവും അർപ്പകനും ഒരാളായി തന്നെ തീരുകയും താൻ തന്റെ ശരീരത്തെ എന്നേക്കുമായി യാഗമായി തന്നെ താൻ അർപ്പിക്കുകയും ചെയ്തപ്പോൾ അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠനായ മഹാപുരോഹിതനായി മാറി. ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി വഴിപാട് യാഗം അർപ്പിപ്പാൻ അവൻ യോഗ്യനായി തീർന്നു. കാരണം അർപ്പണ വസ്തുവും അർപ്പക വസ്തുവും അർപ്പകനും ഒരാൾ തന്നെയാണ്. എന്നാൽ മൽക്കീസദേക്കിന്റെ ക്രമം പറഞ്ഞു കഴിയുമ്പോൾ അവന്റെ മഹാപൗരോഹിത്യത്തിന് ആരംഭമില്ല, അവസാനമില്ല. അവൻ ആദ്യന്തവിഹീനനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. അപ്പൊ നീ എന്റെ പുത്രനെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് ആര് പറഞ്ഞോ അവന് കൊടുത്താണ് ഈ പൗരോഹിത്യം. അത് എന്ന് കൊടുത്താണ്? അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന ദൈവം തന്റെ ഏകജാതനായ പുത്രന് അനാദിയായും ശാശ്വതമായും നൽകിയതാണ് ഈ പൗരോഹിത്യ പദവി.
അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള അവന്റെ പൗരോഹിത്യത്തിന് ആരംഭമില്ല, അവസാനമില്ല. അവനെ ആരും വേറെ ഭൂമിയിൽ പുരോഹിതനാക്കിയില്ല. അവൻ അങ്ങനെ ആകാൻ സാധിക്കത്തുമില്ല. അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യ പുരോഹിതനാണ്. അതായത് അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്ന നിത്യ പിതാവായ ദൈവത്തിന്റെ നിത്യനായ പുരോഹിതനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ അങ്ങനെ രണ്ട് നിലയിലുള്ള പൗരോഹിത്യ ശുശ്രൂഷയാണ് യേശുവിനുള്ളത്. ഒന്ന്, അവൻ അഹരോന്യ ക്രമത്തെക്കാൾ ശ്രേഷ്ഠമായ പദവി ലഭിച്ച മഹാപുരോഹിതൻ. രണ്ട്, അവൻ ലേവിയ ഗോത്രത്തിന് അതീതനായി അനാദിയായ ശാശ്വതമായും ദൈവമായിരുന്ന നിത്യദൈവത്താൽ പുരോഹിതനാക്കപ്പെട്ട ദൈവത്തിന്റെ നിത്യ പുരോഹിതൻ. അതാണ് അവന്റെ മൽക്കീസദേക്കിന്റെ ക്രമം. അവന്റെ പൗരോഹിതന് ആരംഭമില്ല, അവസാനമില്ല. അവൻ എന്നേക്കും ദൈവപുത്രന് തുല്യനായി പുരോഹിതനായിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? മൽക്കീസദേക്കിനെ കുറിച്ചാണ്. ഈ മൽക്കീസദേക്ക് വാസ്തവത്തില് ഏത് നിലയിലുള്ള കഥാപാത്രമാണ് എന്നതിനെ സംബന്ധിച്ച് പല ആളുകൾക്കും സന്ദേഹമുണ്ട്. മൽക്കീസദേക്ക് പഴയ നിയമകാലത്ത് ശാലേം അല്ലെങ്കിൽ സമാധാനം എന്ന പേരോട് അറിയപ്പെട്ട പട്ടണത്തിന്റെ രാജാവായിരുന്നെന്നും ആ രാജാവാണ് ഈ യുദ്ധക്കളത്തിൽ രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന ഏളിയായി വരുന്ന അബ്രഹാമിനെ വഴിയിൽ വെച്ച് എതിർപ്പെട്ട് അവനിൽ നിന്ന് ദശാംശം വാങ്ങിയതെന്നും അവൻ അക്ഷരീയനായ ഒരു മഹാപുരോഹിതനായിരുന്നു എന്നും പല ആളുകൾ വാദിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. കാരണം അറിയാമോ, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനാണ്. അന്ന് മഹാപൗരോഹിത്യം സ്ഥാപിതമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഡ് ഇൻ ദി ഫോം ഓഫ് ഏഞ്ചൽ, അതായത് ദൂത വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ജഡാവതാരത്തിന് മുമ്പുള്ള ദൂത പ്രത്യക്ഷതയാണ്. മനസ്സിലായോ? യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ദൂത പ്രത്യക്ഷതയാണ്. ദി ഏഞ്ചൽ ഓഫ് ദി ലോർഡാണ്. അപ്പൊ അവനെ കുറിച്ച് പറയുകയാണ്, അവന് മാതാവില്ല, പിതാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അപ്പൊ ഇവിടെ ഇവൻ സാധാരണക്കാരനല്ല, അക്ഷരീയമായി ശാലേമിൽ ജീവിച്ചിരുന്ന ഒരു രാജാവല്ല എന്നുള്ള സ്ഥാപിക്കുന്നതിലേക്ക് ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ പറഞ്ഞ ആ വിഷയം തീരും. അതായത് അവൻ ദൈവപുത്രന് തുല്യൻ, ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ്, ഈസ് സൺ ഓഫ് ഗോഡ് ഹിംസെൽഫ്. ദൈവപുത്രന് തുല്യൻ ദൈവപുത്രനായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ദർ ഇസ് നൺ അതർ വൺ, വേറെ ആരുമില്ല. അതുകൊണ്ട് അവൻ ആരാണ്? ക്രൈസ്റ്റ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്, അതായത് ക്രൈസ്റ്റ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇൻ ദി ഫോം ഓഫ് ദി ഏഞ്ചൽ. അതാണ് ഇവിടെ പറയപ്പെടുന്ന മൽക്കീസദേക്ക്. അപ്പൊ ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠവും മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാകുന്നു. ഇങ്ങനെ 20 പൗരോഹിത്യമാണ് അവനുള്ളത്. ഇപ്പോൾ അവൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. ക്രൂശിൽ അവൻ നിവർത്തിച്ചത് അഹരോന്യ ക്രമത്തിന് അതീതമായ പൗരോഹിത്യ ശുശ്രൂഷയാണ്. അതായത് അർപ്പക വസ്തു അർപ്പകനും ഒരാളായി തന്നെ താൻ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. അപ്പോൾ അവന് അർപ്പകനും അർപ്പണ വസ്തു ഒന്നായി അവൻ താൻ യാഗമാക്കുമ്പോൾ എന്ത് ചെയ്യില്ല? ന്യായപ്രമാണ യാഗത്തിന്റെ കീഴിൽ അവന്റെ യാഗം വരുന്നില്ല. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ പരിസമാപ്തിയായി അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണമായി ക്രിസ്തുവിന്റെ യാഗത്തെ വിശുദ്ധ ദൈവവചനം കണക്കാക്കുന്നത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനമായി തീരുമെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ വളരെ അധികം പരസ്യ യോഗങ്ങളും മറ്റുമുണ്ട്. വല്ലപ്പോഴൊക്കെ ഓരോന്ന് ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ അടങ്ങിയിരിക്കുന്നില്ല. കർത്താവ് തരുന്ന സമയങ്ങളും സാവകാശങ്ങളും ആവോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്നുള്ളതിന് ജനം ഓർത്ത് പ്രാർത്ഥിക്കട്ടെ, കാണട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വെച്ച് വല്ലപ്പോഴൊക്കെ ഓരോന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്നും ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ദൈവം ഞങ്ങളെ തുറന്നും കർത്താവിന്റെ മഹത്വത്തിനായി ഉപയോഗിപ്പാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. താങ്ക് യു.